ജീവിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് അവർ ഈ തെരുവിൽ വന്ന് ഈ സമരം ചെയ്യുന്നത്. അവരോട് അനുഭാവപൂർവ്വം ഒരു പരിഗണന ഉണ്ടാവുന്നില്ല എന്ന് മാത്രമല്ല, അവരെ ഈ രീതിയിൽ അധിക്ഷേപിക്കുന്നത് ക്രിമിനൽ നടപടി തന്നെയാണ്. അപ്പൊ അതിനെതിരെ ഞങ്ങൾക്ക് നിയമപരമായി പോയേ പറ്റൂ. ഇപ്പൊ ഞങ്ങൾ ഏതാനും പൊതുപ്രവർത്തകർക്കെതിരെയാണെങ്കിൽ ഞങ്ങൾ അത് അങ്ങേയറ്റത്തെ അവഗണനയോടെ പുച്ഛിച്ചു തള്ളും. പക്ഷെ ഇത് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അവസാനിക്കുന്നതല്ല. കാരണം ഇത് അവരുടെ കുടുംബങ്ങളിൽ പോലും അവർക്ക് പ്രതിസന്ധി ഉണ്ടാക്കുന്ന രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. സമരത്തെ രാഷ്ട്രീയമായിട്ട് നേരിടാനുള്ള കെൽപ്പില്ല LDF-നും CITU-നും അവരുടെ നേതാക്കൾക്കും എന്നുള്ളതാണ്. ആശമാർ മുന്നോട്ട് വെച്ചിരിക്കുന്ന ആവശ്യങ്ങളിൽ ന്യായമുണ്ടോ ഇല്ലയോ എന്ന് മാത്രം പറഞ്ഞാൽ മതി ഇവര്. അതല്ലാതെ വേറെ ഇവിടുത്തെ കാര്യങ്ങളൊന്നും വരാൻ വേണ്ട. ഇവിടെ വന്നത് ഒരു കേന്ദ്രമന്ത്രിയാണ്, കേന്ദ്ര സഹമന്ത്രിയാണ്. ഇത് തുറന്ന പന്തലാണ്. ഇവിടെ ഇതിനെ പിന്തുണയ്ക്കുന്ന ഏതൊരാൾക്കും വരാമെന്നുള്ള നിലപാടാണ് സമരസമിതിക്കുള്ളത്. അതുകൊണ്ട് ഒരു കേന്ദ്ര സഹമന്ത്രി ഇവിടെ വരുമ്പോൾ അങ്ങനെയുള്ള ആളുകൾ വന്ന് എന്തെങ്കിലും സമരത്തിന് പിന്തുണയോ സഹായ വാഗ്ദാനമോ ചെയ്യുമ്പോൾ അത് നിഷേധിക്കേണ്ട കാര്യമൊന്നും സമരസമിതിക്കില്ല. സമരസമിതി ആരോടും ആവശ്യപ്പെട്ടിട്ടുമില്ല. ഈ സമരം ചെയ്യുന്ന സംഘടന ആരോടും നിങ്ങളെ പിന്തുണയ്ക്കാനായിട്ട് ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞിട്ടില്ല. ഇനി കുറച്ച് CITU-കാർ ഇവിടെ കൊടയോ വടിയോ ഒക്കെ ആയിട്ട് വന്നാലും ഞങ്ങൾ സ്വീകരിക്കും. ഞങ്ങൾക്ക് അതിനൊരു ബുദ്ധിമുട്ടുമില്ല. ഗോപിനാഥന് പ്രസംഗിക്കാൻ വേണ്ടി ഓഡിയൻസ് ആയിട്ട് വന്നിരിക്കുന്ന സ്ത്രീകൾ ഒന്നുകിൽ അവരുടെ പാർട്ടികളുടെയോ യൂണിയന്റെയോ ഒക്കെ പ്രവർത്തകരായിരിക്കാം. അവരും ആലോചിക്കണം. അവരിങ്ങനെ പൊതു രംഗത്തേക്ക് ഇറങ്ങുമ്പോഴേക്ക് അവരുടെയൊക്കെ നേതാക്കന്മാരുടെ മനസ്സിൽ ഇതാണുള്ളത്. അവരുടെ കൂടെ ഇരിക്കുന്ന സ്ത്രീകളെയും കൂടിയാണ് അധിക്ഷേപിച്ചത്. അവർക്ക് അതിനകത്ത് മനസ്സിലാക്കാനുള്ള ശേഷിയില്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല.